2022 ഫെബ്രുവരി 27 നടന്ന ഗോത്ര കലാപത്തെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രമാണ് സബർമതി റിപ്പോർട്ട്. കേന്ദ്ര മന്ത്രിമാർക്കൊപ്പം ദി സബർമതി റിപ്പോർട്ട് ചിത്രം കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റ് കോംപ്ലക്സ് ലൈബ്രറിയിലായിരുന്നു സിനിമാ പ്രദർശനം. നരേന്ദ്രമോദിക്കൊപ്പം ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, JP നദ്ദ എന്നിവരും ചിത്രം കാണാനെത്തി. ഒപ്പം വിക്രാന്ത് മാസി, ഏക്താ കപൂർ, ഋതിക് റോഗ, സംവിധായകൻ ധീരജ് തുടങ്ങിയവരും സിനിമയുടെ അണിയറ പ്രവർത്തകരുമുണ്ടായിരുന്നു. ചിത്രം നിർമ്മിക്കാനെടുത്ത ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നതായും പ്രദർശനത്തിന് ശേഷം മോഡി വ്യക്തമാക്കി. ധീരജ് സർന സംവിധാനം ചെയ്ത ചിത്രം ഏക്താ കപൂർ, ശോഭ കപൂർ, അമുൽവി മോഹൻ, അൻഷുൽ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിക്രാന്ത് മാസി, ഋധി ദോഗ്ര, റാഷി ഖന്ന എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം നിരൂപക പ്രശംസ നേടിയിരുന്നു. മോദി സിനിമ ആസ്വദിക്കുന്നതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ചിത്രം കണ്ടതിനു ശേഷം നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച വിക്രാന്ത് മാസിയെയും സംവിധായകനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റിട്ടു. സബർമതി റിപ്പോർട്ട് NDAയിലെ MPമാർക്കൊപ്പം കണ്ടു അദ്ദേഹം. ചിത്രത്തിന്റെ നിർമ്മാതാക്കളെയും അവരുടെ പ്രയത്നത്തെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. കൂടാതെ ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച വിക്രാന്ത് മാസിയും പ്രധാനമന്ത്രിക്കൊപ്പം സിനിമയുടെ പ്രദർശനത്തിനെത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഇരുന്ന് തന്റെ സിനിമ കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും വിക്രാന്ത് മാസി പറഞ്ഞു. പ്രധാനമന്ത്രിക്കൊപ്പം തന്റെ സിനിമ കണ്ടത് കരിയറിലെ ഏറ്റവും വലിയ മുഹൂർത്തമാണ്. പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാവരും ഒപ്പമുണ്ടായിരുന്നു. വാക്കുകൾ കൊണ്ട് എനിക്ക് അനുഭവം പറഞ്ഞറിയിക്കാനാകുന്നില്ലെന്നും മാസെ കൂട്ടിച്ചേർത്തു. 2002 ഫെബ്രുവരി 27 സബർമതി എക്സ്പ്രസിന്റെ S6 കോച്ചിൽ തീവച്ച് 59 കർസേവകരെ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ. അയോധ്യയിൽ നിന്ന് മടങ്ങിയ കർസേവകരായിരുന്നു ട്രെയിനിലെ കോച്ചുകളിലുണ്ടായിരുന്നത്. കൊല്ലപ്പെട്ടവരിൽ 27 സ്ത്രീകളും 10 കുട്ടികളുമുണ്ട്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട പല നുണകഥകളും പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ തച്ചുടയ്ക്കുന്നതാണ് ഈ ചിത്രം എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. ഒപ്പം മോദിയുടെയും.